അപ്പോൾ വാക്കിൻ്റെയും ചിന്തയുടെയും ഉറുമിയെടുത്ത് വീശി ഗോപിയേട്ടൻ തീർത്ത ഒരു പൂഴിക്കടകിന് ശേഷം അതിൻ്റെ പൊടിയടങ്ങാതെ അതൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്നെനിക്കറിയാം. പക്ഷേ ആ ചിന്തയുടെയും ഉയർന്ന മറ്റ് ബോധ്യങ്ങളുടെയും എല്ലാം ആ പൊടികൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിലനിൽക്കണം എന്ന ബോധ്യത്തിൽ നിന്ന് തന്നെയാവാം അകത്തേക്ക് തുറക്കുന്ന വാതിലുകൾ പോലെയുള്ള പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത്. ഇതൊരു അധ്യാപകൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ എല്ലാം ഉള്ളിലേക്ക് തുറക്കപ്പെടേണ്ട വാതിലുകളെക്കുറിച്ച് സ്വാനുഭവങ്ങളിൽ നിന്ന്, താൻ ഇത്രയും കാലം പഠിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, താൻ കണ്ടു ശീലിച്ച ജീവിത പരിസരങ്ങളിൽ നിന്ന് KFG രൂപപ്പെടുത്തിയെടുത്ത ഒട്ടേറെ ചിന്താശകലങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് തന്നെ വേണം ഈ പുസ്തകത്തെ പറയാൻ. KFGയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ത്രയക്ഷരങ്ങളോട് വളരെയധികം ഒരു സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. AKG, EMS, MGS, ONV എന്നെല്ലാം നമ്മൾ സ്നേഹത്തോടെ മൂന്നക്ഷരത്തിലേക്ക് ചുരുക്കി വിളിക്കുന്നത് അവർ നമ്മളോടുള്ള അവർ മുന്നോട്ട് വെച്ച ആദർശങ്ങളുടെയും ചിന്തകളുടെയും വാക്കുകളുടെയും എഴുത്തിൻ്റെയും പ്രവൃത്തിയുടെയും എല്ലാം ആകത്തുകയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഒരു ട്രെയിനിയായി 33 വർഷം മുമ്പ് മലയാള മനോരമ കോഴിക്കോട് യൂണിറ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ ത്രയക്ഷരത്തിൻ്റെ ആ ആൾ അന്നും ഇവിടെ പുതുതലമുറ മാധ്യമ പ്രവർത്തകർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അന്നുണ്ടായിരുന്നു. അതേ ആവേശത്തോടുകൂടി, അതേ ഉയർന്ന ചിന്തയോടുകൂടി ഇപ്പോഴും അദ്ദേഹം സജീവമായി ഇതിൽ നിലനിൽക്കുന്നു എന്ന് കാണുന്നത് തന്നെ എന്തൊരു സന്തോഷമാണ്. ഞാനിവിടെ ഉണ്ടെന്നറിയിക്കാൻ അമർത്തിച്ചവിട്ടി കടന്നു പോകുന്നവരുണ്ട്. പക്ഷേ അവർ കടന്നു പോകുമ്പോഴും ആ ചവിട്ടപടികളുടെ ശബ്ദഘോഷങ്ങൾ മാത്രമാവും ബാക്കി. KFG ഒരിക്കലും ഞാനിവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ അമർത്തിച്ചവിട്ടി നടക്കുന്ന ഒരാളല്ല. ഈ പുസ്തകത്തിൽ പലയിടത്തും കുറിച്ച് വച്ചിരിക്കുന്നത് പോലെ, എഴുതി വച്ചിരിക്കുന്നത് പോലെ വളരെ സരളമധുരമായ ഒട്ടേറെ ചിന്തകൾ അത് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള വർത്തമാനത്തിലും എഴുത്തിലും അദ്ദേഹത്തിൻ്റെ ചിന്തയിലും എല്ലാം രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുതന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ അമർത്തിച്ചവിട്ടി കടന്നു പോകുന്നതല്ല, ഒരു മന്ദമാരുതനെ പോലെ നമ്മളെ തഴുകി തലോടി കടന്നു പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, ചിന്തകൾ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ പുസ്തകത്തിൽ തുടക്കത്തിൽ തന്നെ രാവിലെ ഒരു കപ്പ് ചായ കുടിക്കുന്ന കാര്യമാണ് പറയുന്നത്. മൂന്നാറിലെ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ, ഫാക്ടറികൾ, വിപണനം ചെയ്ത വ്യാപാരികൾ, കർണാടകയിലെ കരിമ്പ് തോട്ടത്തിൽ വിയർപ്പൊഴുക്കിയ പാവപ്പെട്ടവർ, പഞ്ചസാര ഫാക്ടറിയിലെ തൊഴിലാളികൾ, പാലുൽപ്പാദിപ്പിച്ച കർഷകൻ, ഗൾഫ് നാടുകളിലെ എണ്ണപ്പാടത്ത് നിന്ന് പാചകവാതകമായി വീട്ടിലെത്തി ഇന്ധനത്തിന് പിന്നിൽ പ്രവർത്തിച്ചപ്പോൾ കപ്പുണ്ടാക്കിയ ചൈനക്കാർ, നമ്മുടേതെന്ന് പറയാൻ വീട്ടിലെ വെള്ളം മാത്രമേ കാണൂ, പൈപ്പ് വെള്ളമാണെങ്കിൽ അതും മറ്റു ചിലരുടെ കാരുണ്യം. എന്നെ ഞെട്ടിച്ച് കളഞ്ഞ, അല്ലെങ്കിൽ ഞാൻ കുറേ നേരം അതിനെക്കുറിച്ച് ആലോചിച്ച് പോയി. കാരണം നമ്മളൊക്കെ ജീവിതത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ഒരു മൂർധന്യത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും, ഞാൻ തന്നെ ജീവിക്കും, എനിക്ക് തന്നെ കഴിയാനുള്ള പാങ്ങുണ്ട്, എനിക്കതിനാവും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കപ്പ് ചായയ്ക്ക് പിന്നിൽ ഈ ലോകത്തിൻ്റെ എത്രയോ കോണുകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന എത്രയോ പേരുടെ കരങ്ങളിൽ നിന്നാണ് ആ ഒരു ചായ നമ്മുടെ മുമ്പിലോട്ട് എത്തുന്നത്. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും? ഈ ലോകത്ത് ഒരാൾക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. പലവരുടെ ചേർത്ത് പിടിക്കലുകൾ, പലരുടെ തലോടലുകൾ, പലരുടെ സ്നേഹമസൃണമായ ഇടപെടലുകൾ, പലവരുടെ ഉപദേശങ്ങൾ, അങ്ങനെ ഒട്ടനവധി ചേർത്ത് വയ്ക്കലുകൾ ചേർന്നതാണ് നമ്മുടെ ജീവിതം എന്ന് ആ ഒരൊറ്റ വാചകത്തിൽ, ആദ്യ പാരഗ്രാഫിൽ തന്നെ KFG കുറിച്ചിടുകയാണ്. ന്യൂസ് സ്റ്റോറി എഴുതുമ്പോൾ നമ്മൾ പറയും ഒരു പെഗ്, അതായത് ന്യൂസ് പെഗ് എന്ന് പറഞ്ഞാൽ ഒരു വായനക്കാരനെ ഹുക്ക് ചെയ്തിടാൻ. പെഗ്ഗെന്ന് മറ്റൊരർത്ഥത്തിലും എടുക്കാം. ഒരു പെഗ് അടിച്ചാൽ ഒരു ലഹരി, അത് ആ അർത്ഥത്തിലല്ല വാർത്തയിൽ വരുന്നത് എങ്കിലും, കാരണം ആ വാർത്തയിലേക്ക് കൊളുത്തിയിടാൻ ഒരു ഹുക്ക്, ആ ഹുക്കാണ് ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇങ്ങനെ വായന തുടങ്ങുന്ന ഒരാൾ അവസാന നിമിഷം വരെ
ആ ഒരു മനസ്സോടുകൂടി ആ പുസ്തകത്തിൻ്റെ ബാക്കി താളുകളിലൂടെ കടന്നു പോയിട്ടല്ലാതെ ഇത് മടക്കി വയ്ക്കാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പിന്നെ ഒരു പുസ്തകത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ ചിന്തകൾ, പ്രശ്നങ്ങളെന്ന് പറഞ്ഞു നടക്കുന്നതിൽ ഏറിയ പങ്കും അവൻ എന്തെങ്കിലും നിയന്ത്രണമോ പരിഹാരമോ ഇല്ലാത്ത കാര്യങ്ങളാണ്. സത്യമല്ലേ? നമ്മൾ ജീവിതത്തിൽ ടെൻഷൻ അടിക്കുന്ന, നമുക്കതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിവെക്കാൻ കഴിയുമോ എന്നൊന്നും എനിക്ക് പറഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ ടെൻഷൻ അടിക്കുന്ന എത്ര കാര്യങ്ങൾ, എത്ര ടെൻഷൻ അടിച്ചാലും നമ്മളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ ടെൻഷൻ അടിക്കാൻ വന്നിട്ട് നമ്മളൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് എടുത്തു, അപ്പുറത്തെ റെസിപ്പിയൻ്റ് ഒരു ബ്ലൂ ടിക്ക് അത് കണ്ടില്ല, നമുക്ക് ടെൻഷനായി. നമ്മൾ എന്തെല്ലാം കാര്യത്തിലാണ് ജീവിതത്തിൽ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അതിനപ്പുറത്തേക്ക് എത്രയോ കാര്യങ്ങൾ, നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് തീരുന്ന ഒരു ജീവിതമാണ് നമ്മളിൽ പലരുടെയും. അപ്പോൾ ആധുനിക സാമൂഹ്യ മാധ്യമ ഉപകരണങ്ങൾ നമുക്ക് മുന്നിലോട്ട് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് ഇത്തരം ടെൻഷനുകളുടെ ഒരു ജീവിതവും കൂടിയാണ്. അപ്പോൾ അത്തരം ടെൻഷനുകളൊക്കെ മറന്ന് പുസ്തകത്തിൻ്റെയും അക്ഷരത്തിൻ്റെയും ചിന്തകളുടെയും ഒരു ലോകത്തേക്ക് തിരിച്ചു വരാനും നമ്മളിലുള്ള സ്വത്വത്തെ എങ്ങനെയൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, എങ്ങനെയൊക്കെ ആ ചിന്തകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മൂർച്ഛപ്പെടുത്താൻ സാധിക്കും എന്നെല്ലാം തിരിച്ചറിയാൻ വേണ്ടി ഈ പുസ്തകം സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പത്രപ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പത്രപ്രവർത്തനത്തെ ദീർഘകാലം ഇരുന്ന്, ഞാൻ പറഞ്ഞ ഗുരുതുല്യനായ ഒരാളാണ്, അദ്ദേഹം തന്നെ പത്രത്തിൽ പറയുന്നു, ഇപ്പോൾ ആധുനിക കാലത്ത് പത്രങ്ങളിൽ ഫ്രണ്ട് പേജുകളിൽ ദുരന്ത വാർത്തകൾ വരുന്നത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു. ശരിയാണ്. ന്യൂസ് റൂമിലിരിക്കുന്ന അദ്ദേഹം ഇരുന്നപ്പോഴും ഞങ്ങളിരിക്കുമ്പോഴും എല്ലാം തീർത്തും അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ സമൂഹത്തിലുണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതിഫലനം എന്നുള്ളത് പത്രത്തിൻ്റെ ഒരു കാലത്തിന് നേരെ തുറന്നു പിടിച്ച ഒരു കണ്ണാടി തന്നെയാണ്. അതിൽ നിന്ന് സമൂഹത്തിന് ഉതകുന്ന വ്യാഖ്യാനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു പത്രപ്രവർത്തകൻ്റെ ജോലി എന്ന് പറയാം, അല്ലെ കർത്തവ്യം എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ മുമ്പേ വിജയിച്ചു പോയ KFGയോട് അദ്ദേഹം ഈ പുസ്തകത്തിൽ നടത്തിയ ഇടപെടലുകളോട്, പുസ്തകത്തിലൂടെ സമൂഹത്തോട് നടത്തുന്ന ഇടപെടലുകളോട് എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.